അസ്സലാമു വറഹ്മത്തുള്ള. എൻ്റെ പേര് സലീന. എനിക്ക് SLE എന്ന് പറയുന്ന ഒരു മാരകമായൊരു അസുഖമുണ്ട്. ഇത് വന്നിട്ട് 15 വർഷത്തോളമായി. ഈ അസുഖത്തിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതിന് ശേഷം എന്നെ ആരും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ അസുഖത്തിന് ഒരുപാട് ബാധ്യതയുണ്ട്, ഒരുപാട് ചിലവുകളുണ്ട്. ഇപ്പം തന്നെ എൻ്റെ ഒരു കാല് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അടുത്ത കാലം എന്നോട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, എൻ്റെ കണ്ണിന് കാഴ്ചയില്ല. ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്യണം. ഓരോരോ വർഷം കഴിയും തോറും ഓരോ ചിലവുകൾ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാസം ആശുപത്രിക്ക് പോകാനും ഈ ട്രീറ്റ്മെൻറ്റിനും എനിക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട്. ഞാൻ മരിക്കും വരയ്ക്കും എനിക്ക് മരുന്ന് കഴിക്കണം. മരുന്ന് മുടക്കാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് എൻ്റെ വീടൊക്കെ ഈ വീട് ഇപ്പോൾ തൽക്കാലം എനിക്ക് കെട്ടിത്തന്നത്. അവരും വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരാണ്. എന്നിട്ടും അവർ എൻ്റെ കാര്യം ഏറ്റെടുത്ത് ചെയ്തു വന്നു. എത്രയും വേഗം എൻ്റെ ഓപ്പറേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തളർന്ന് വീണ്ടും കിടക്കേണ്ടി വരും. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് ഓപ്പറേഷനുള്ള എന്തെങ്കിലും സഹായം നിങ്ങൾ മനസ്സറിഞ്ഞ് എന്തെങ്കിലും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും എനിക്ക് ദുആ ചെയ്യണം. ഈ ഓപ്പറേഷൻ വൈകിയ എനിക്ക് പിന്നെ ഒരു വഴിയില്ല ജീവിക്കാൻ. എന്നെ എല്ലാവരും ഒന്ന് സഹായിക്കണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമസ്കാരം. പ്രിയമുള്ളവരെ, ഷഹീൻ കെ മൊയ്തീനാണ്. സത്യത്തിൽ പറയാൻ വാക്കുകളില്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കാരണം ഈ സലീന എന്ന് പറയുന്ന സഹോദരി ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർക്കുന്ന ദുരിതങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. സലീന SLE എന്ന് പറയുന്ന സിസ്റ്റമിക് ലൂപ്പസ് എരിത്രോമാറ്റിക്സ് എന്ന് പറയുന്ന, അതായത് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും ബാധിച്ച് കൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ്. പാലക്കാട് ജില്ലയില് കൊല്ലങ്കോട് വടവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡിലാണ് സലീന താമസിക്കുന്നത്. സലീനയുടെ വീടൊക്കെ എല്ലാവരും കണ്ടു. ഇതുപോലത്തെ ഒരു വീട്ടിൽ നമ്മൾ ആരെങ്കിലും കഴിയണ്ട. ഒറ്റ മുറി, ഒരു ചെറ്റപ്പര, ഒന്നുമില്ല. അപ്പോൾ ചെളിക്കുണ്ടാണ്. അപ്പോൾ സലീനയുടെ വാക്കുകൾ എല്ലാവരും കേട്ടു. മരണം വരെ മരുന്ന് കഴിച്ച് കഴിയണം, സർജറികൾ നടക്കണം, അതിന് സഹായിക്കണം. കൂടാതെ ഒരു മുറി വീട് നമുക്ക് എല്ലാവർക്കും കൂടി സഹായിച്ചിട്ട് പണിത് കൊടുക്കാൻ കഴിഞ്ഞാൽ സലീനക്ക് സ്വസ്ഥമായിട്ട് ആരെയും ഭയക്കാതെ കഴിയാൻ പറ്റും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കൈനീട്ടി യാചിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു കൂടപ്പിറപ്പാണ്, ഒരു ആശ്രയം ഇല്ലാണ്ട് കിടക്കുകയാണ്, ഒറ്റക്കല്ലേ. എല്ലാവരും സഹായിക്കണം. കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യണം, എല്ലാവർക്കും വീഡിയോ എത്തിച്ചു നൽകണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ജുമാഅത്തിൽപ്പെട്ട കുട്ടിയാണ് സലീന. ആ കുട്ടിക്ക് മാരകമായ അസുഖമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് ഭാരിച്ച തുക ചെലവ് വരുന്നുണ്ടെന്നും ആ കുട്ടിയുടെ വീട് വളരെ ശോചനീയമാണ്, അതിൻ്റെ പരിവർത്തനത്തിനും വേണ്ടിയും നിങ്ങൾക്ക് ആകുന്ന സഹായം ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.